ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മീൻ വറുത്ത് ചതയ്ക്കാണ്. പച്ചമീൻ വറുത്ത് ചതയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന പുല്ലമീനാണ്. പുല്ലമീൻ നന്നായിട്ട് ഗോതമ്പൊടിക്കകത്ത് ഇട്ട് കഴുകുവാണ്. അപ്പോൾ അത്തരം നന്നായിട്ട് ഉളുമ്പ് പോകും, നല്ലതായിട്ട് മീൻ ക്ലീൻ ആക്കി കിട്ടും. അതിനോട് നന്നായിട്ട് കഴുകിയെടുത്തു. ഞങ്ങൾക്ക് ആവശ്യമായ ചേരുവകളാണ്. അരപ്പിന് വേണ്ടിയിട്ടുള്ളത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. കൂടാതെ വിനാഗിരി, 1 സ്പൂൺ വിനാഗിരി ചേർക്കുകയാണെങ്കിൽ നല്ലതാണ്. അതും ചേർത്തു നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഈ പുല്ലൻമീൻ കഴുകി വൃത്തിയാക്കി വെട്ടുമ്പോൾ അതിൻ്റെ ഒരുപാട് മുള്ളുള്ളതുകൊണ്ട് അത് ചെരിച്ച് വെട്ടും. നമ്മൾ മീൻ വറുക്കാൻ ചെരിച്ച് കീറുന്നത് പോലെ ചെരിച്ച് വെട്ടുവാണെങ്കിൽ അല്ലാകുമ്പോൾ കുറേ മുള്ള അങ്ങനെ പോകുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ പറഞ്ഞ ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അപ്പം കറി നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് മീൻ ഫ്രൈക്ക്. അതുകൊണ്ട് ഗരം മസാലയും കൂടെ ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചിട്ട് നമ്മൾ മീനെ പുരട്ടിയെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് പുരട്ടിയെടുക്കാം. അത് പുരട്ടിയെടുത്ത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നന്നായിട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട്. ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് പിന്നെ 2 കറിവേപ്പിലിട്ട് അടിക്കായി പിടിക്കുക. മീൻ വറുക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്ക് മീൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നന്നായിട്ട് മുരിച്ചെടുക്കണം. നന്നായിട്ട് മുരിച്ചെടുക്കുകയാണെങ്കിൽ എന്നിട്ട് അതിൻ്റെ അകത്തെ ആ മുള്ളും മാത്രം നീക്കം ചെയ്തിട്ട് നമുക്കത് മിക്സിയിൽ നന്നായിട്ട് വറുത്തെടുക്കാം. എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്ത മീൻ്റെ നടുക്കത്തെ മുള്ളു മാത്രം ഇച്ചിരി ചൂടാറിയ ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ നമുക്ക് ഉണക്കമീൻ ചമ്മന്തി ചതയ്ക്കുന്ന പോലെ ഈ പച്ചമീൻ ചതയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻ്റെ നടുക്കത്തെ മുള്ളു മാത്രം മാറ്റിയിട്ട് നമുക്ക് മിക്സിയിൽ അത് കറക്കിയെടുക്കാം. തേങ്ങ 2 രീതിയിൽ ചേർക്കാം. തേങ്ങ നമുക്ക് വേണേൽ മീനിൻ്റെ കൂടെ ഇട്ട് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. തേങ്ങ അപ്പോൾ പച്ചപ്പ് പോകാൻ വേണ്ടിയിട്ട് ആ വറുത്ത ചീനച്ചട്ടി തന്നെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ ശകലം
ഉപ്പും ശകലം മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പ് പോകുന്ന അതിൻ്റെ കളറും ഒന്ന് മറന്നോടം വരെ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത മീനും കൂടി ഒന്ന് ചെറുതാക്കി ചൂടാക്കി എല്ലാം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പം പുല്ലിനെ ഒത്തിരി മുള്ളാന്ന് പറഞ്ഞ് കഴിക്കാത്തവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും കഴിക്കാം. മീൻ ഇങ്ങനെ ചതച്ചെടുക്കും. ഉപ്പും മുളക് പൊടിയും കൂടെ തേങ്ങ ചേർത്താണ് കളർ മാറിയിരിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വെക്കുവാണ്. അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പുല്ലൻ ഫ്രൈ ഇവിടെ പുല്ലൻ ചതച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള വെറൈറ്റി പരീക്ഷണങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.